നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ ഭക്തി നിർഭരമായ കഥയുടെ പുതിയൊരു ഭാഗമാണ് ഇന്നിവിടെ പറയുന്നത്. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോര ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണങ്ങൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് കശരീവനത്തിലെ അസുര മാന്ത്രികൻ്റെ കഥയുടെ ഒരു കുറച്ച് ഭാഗമാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി കേൾക്കാം. ചാത്തനാണ് തൻ്റെ പ്രതിയോഗിയെന്ന് അവൻ എത്രയോ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നോളം പരസ്പരം കാണാത്ത പ്രതിയോഗി. അത് അന്നേ അവഗണിക്കുകയായിരുന്നു അത്രപാസുരൻ. അത് അബദ്ധമായി പോയെന്ന് അവനൊരു തോന്നലുണ്ടായി. പ്ലൂഷ്യവനത്തിൽ നിന്നും കജരീവനത്തിൽ നിന്നും 90-ൽ പരം പെൺകുട്ടികളെ ബലി കഴിച്ച് നേടിയ തൻ്റെ മാന്ത്രിക സിദ്ധികളെല്ലാം ഫലശൂന്യമാവുകയാണോ? കജരീവനത്തിൽ നിന്ന് ബലി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള പെൺകുട്ടികളെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോഴാദ്യമായി ഇതാ ഒരു ശത്രുവും. ആരാണ് ഈ ചാത്തൻ? ആരു തന്നെയായാലും അത്രപാസുരൻ്റെ മുന്നിൽ അവൻ തൃണസമനാണെന്ന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അസുരൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് തീപന്തങ്ങളായി. ഒരു വനം തന്നെ അപ്പാടെ മുച്ചൂടും നശിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു ആ മിഴിയിലുള്ള കനലുകൾ. അടിമുടി വിറഞ്ഞ് പരക്കം പാഞ്ഞ് നടന്ന അത്രപാസുരന് ചാത്തൻ്റെ സമീപത്തേക്ക് പറന്നു ചെല്ലാൻ ഉത്കടമായ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കില്ല. അവൻ ഒരിക്കലും കൂളിക്കുന്നൻ വനത്തിൽ കാലുകുത്താനാവില്ല. അവിടെ കാലുകുത്തുന്ന നിമിഷം തൻ്റെ എല്ലാ മാന്ത്രിക ശക്തികളും നഷ്ടപ്പെടും. ആ അറിവ് രഹസ്യമായി ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇന്നോളം തൻ്റെ നരനായാട്ടിന് കൂളിക്കുന്നൻ വനത്തിലേക്ക് കയറാതിരുന്നതും. തനിക്കല്ലേ ആ വനത്തിലേക്ക് കയറാൻ കഴിയാത്തതായുള്ളൂ. തൻ്റെ കിങ്കരമൂർത്തികൾക്ക് അതാവാമല്ലോ. ഏത് രീതിയിലായാലും ചാത്തനെ ഉന്മൂലനം ചെയ്യുമെന്ന് അവൻ ഇങ്ങനെ ശപഥം ചെയ്തു. വനത്തിൽ പാർക്കുന്ന ചാത്തനെ എതിർക്കാൻ വന്യജീവികളായ തൻ്റെ കിങ്കരമൂർത്തികളെ അയക്കാനാണ് അത്രപാസുരൻ തീരുമാനിച്ചത്. ഒരു രീതിയിലും മെരുക്കാനാവാത്ത കാട്ടാന, സിംഹം, കടുവ, ചെമ്പുലി എന്നിവയെ 4 ദിശയിൽ നിന്ന് ഏകകാലത്ത് ചാത്തനെ ആക്രമിക്കാൻ അത്രപാസുരൻ പറഞ്ഞയച്ചു അവൻ്റെ 4 കിങ്കരമൂർത്തികൾ. അടുത്ത ക്ഷണം ആ ക്ഷുദ്രമൃഗങ്ങൾ ചാത്തനെ വളഞ്ഞു. 4 പേരെയും തിരിച്ചറിഞ്ഞ ചാത്തൻ കാട്ടാനയെ പൂച്ചയാക്കി, സിംഹത്തിനെ എലിയാക്കി, കടുവയെ ഓന്താക്കി, ചെമ്പുലിയെ തവളയാക്കി മടക്കി അയച്ചു. തിരിച്ചെത്തിയ തൻ്റെ മൂർത്തികൾ അത്രപാസുരനോട് പറഞ്ഞു, അത്രപാ, ആ ചാത്തനോട് മത്സരം വേണ്ട. അവനോട് മത്സരിച്ചാൽ നീ ജയിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഗതി തന്നെ ഇങ്ങനെയായില്ലേ? ഞങ്ങളുടെ പഴയ രൂപത്തിലേക്ക് നീ ഞങ്ങളെ തിരികെ എത്തിക്കുക. മൂർത്തികളുടെ വിലാപം കേട്ട് അത്രപാസുരൻ ഗൂഢമന്ത്രങ്ങൾ ചൊല്ലി. പക്ഷേ അവയൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. രൂപപരിണാമം സംഭവിച്ച കിങ്കരമൂർത്തികൾ അവനെ ശപിച്ചു. നീ ദ്രോഹിച്ച നിന്റെ കാട്ടിലെ പ്രജകൾ തന്നെ നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദിവസം വരും. ഞങ്ങളത് കാണും. ഞങ്ങൾക്കത് കാണണം. അത്രപന്റെ പ്രബലരായ 4 കിങ്കരമൂർത്തികളെയാണ് അവന് നഷ്ടമായത്. അത് വകവയ്ക്കാതെ അവൻ അട്ടഹസിക്കുകയാണ് ചെയ്തത്. ചാത്തനെ കുറിച്ച് ഓർക്കുമ്പോൾ വിറഞ്ഞു കയറുകയാണ്. അവൻ്റെ ശക്തി ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ ഒടുങ്ങാതെ തനിക്കിനി ഒരു നിമിഷം വിശ്രമമില്ല. വന്യമായ പ്രതികാരദാഹത്തോടെ കജരീവനവും പ്ലുഷ്യവനം പോലെ നിശ്ചലമാക്കി മാറ്റാനുറച്ച് അത്രപാസുരൻ ഏതൊക്കെയോ ദുർമന്ത്രങ്ങൾ ഇങ്ങനെ ജപിക്കുകയാണ്. അപ്പോൾ ഒറ്റക്കാലിൽ നിന്ന് കണ്ണുകളടച്ച് നെഞ്ചത്ത് കൈയൊക്കെ കെട്ടിയാണ് കർമ്മം. 5 നിമിഷം ഉദ്ദേശിച്ച ദൃശ്യം കാണാൻ കണ്ണു തുറന്ന അത്രപാസുരൻ നടുങ്ങി വിറച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായി അവൻ പകച്ചു. പരാജയം, തികഞ്ഞ പരാജയം. തനിക്ക് എന്ത് സംഭവിച്ചു? ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അത്രപന്റെ പിന്നത്തെ പ്രകടനങ്ങൾ. ചാത്തന് നേരെ അന്തരീക്ഷത്തിലൂടെ ആനറാഞ്ചി കഴുകനെ പറഞ്ഞയച്ചു. അവനെ കൊത്തി വിഴുങ്ങാൻ പ്രാപ്തനായ മാന്ത്രിക പക്ഷി. ചാത്തനെ വിഴുങ്ങിയിട്ട് തിരിച്ചു വരുന്ന കഴുകനെ കാത്തിങ്ങനെ നിൽക്കെ ആകാശത്തിലൂടെ വലിയൊരു തീപ്പക്ഷി പറന്നലച്ച് അത്രപാസുരന്റെ മുന്നിൽ വന്നു വീണു. താൻ അയച്ച ആനറാഞ്ചൻ കഴുകൻ തന്നെയാണതെന്ന് തിരിച്ചറിവിൽ അവൻ്റെ ശരീരം ഒന്ന് വിറച്ചു. ചാത്തനെ തൻ്റെ മുന്നിലെത്തിക്കാൻ കഠിനമായ ആവാഹന മന്ത്രം ചൊല്ലി. കജരീവനത്തിന് മേലെ മഞ്ഞപ്പട്ടാമ്പരം ചുറ്റിയ മേഘമാലകൾ നിരന്നു. മന്ത്രങ്ങൾ ചൊല്ലി ചാത്തൻ വരുന്നതും കാത്തു നിന്ന സമയത്ത് തന്നെയാണ്
അഗ്നി വമിപ്പിച്ചുകൊണ്ട് ഇരുമ്പുകോളം പോലെ എന്തോ ഒന്ന് അത്രപാസുരന്റെ മുന്നിൽ വന്ന് വീണത്. ചാത്തൻ തന്നെ പരിഹസിച്ചതാണെന്നുറച്ച് അത്രപൻ ആ അഗ്നികോളം തിരിച്ച് ചാത്തന് നേരെ തന്നെ പ്രയോഗിച്ചു. അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് ചാത്തൻ നിന്നിരുന്നത്. മുന്നിലെത്തിയ അഗ്നികോളത്തെ തൊടാതെ തന്നെ അവനത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ഒരു വലിയ തീപക്ഷിയെപ്പോലെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി അത് അത്രപാസുരന്റെ ഭൂമിയായ പുഷ്യവനത്തിന് മുകളിലെത്തി. ആ വനത്തിനൊരു പ്രദക്ഷിണം പൂർത്തിയാക്കി വനമധ്യേ ആകാശത്ത് വെച്ച് തന്നെ ആ തീഗോളം പൊട്ടിത്തെറിച്ചു. അടുത്ത ക്ഷണം പൊട്ടിത്തെറിച്ച ആ തീഗോളത്തിൽ നിന്ന് ഉള്ള പ്രകാശരശ്മികൾ ഇങ്ങനെ അത്രപാസുരന്റെ നേരെ പാഞ്ഞു. അത് വന്ന് പൊതിഞ്ഞ നിമിഷം തന്നെ അവൻ്റെ എല്ലാ മാന്ത്രിക ശക്തിയും നശിച്ചു. പൊടുന്നനെ പുഷ്യവനത്തിലെമ്പാടും പനിനീർ മഴ പോലെ ഒരു സുഗന്ധ തൈലം പൊഴിഞ്ഞു. അതേ നിമിഷം തന്നെ പുഷ്യവനത്തിൽ ശിലയായി നിന്നിരുന്ന അവിടുത്തെ ജീവജാലങ്ങളെല്ലാം ഉണർന്നു. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പുൽക്കൊടികൾ പുളകം കൊണ്ടതുപോലെ, താമരങ്ങളെല്ലാം കുളിരണിഞ്ഞതുപോലെ, മരുഭൂമി പോലെ കിടന്നിരുന്ന പുഴയിൽ ജലം നിറഞ്ഞ് പഴയതുപോലെ അതിൻ്റെ പ്രവാഹം ആരംഭിച്ചു. പക്ഷികളുടെ ചിലയ്ക്കൽ, വണ്ടുകളുടെ മുരളിച്ചകൾ, വർഷങ്ങൾക്കു ശേഷം എല്ലാം പുഷ്യവനത്തിൽ പുനരാരംഭിക്കുകയായി. ജീവൻ തിരിച്ചു കിട്ടിയ സകല ജീവജാലങ്ങൾക്കും തങ്ങൾക്ക് സംഭവിച്ചത് എന്തായിരുന്നു എന്നറിയാമായിരുന്നു. അത്രപാസുരന്റെ അഹങ്കാരം, അവൻ്റെ ശിക്ഷ അവനെ മുന്നിൽ കിട്ടിയാൽ ഈ നിമിഷം 100 കഷണങ്ങളായി വെട്ടി നുറുക്കാമായിരുന്നുവെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു. അങ്ങനെ അവനെ കടിച്ചു കുടയണമെന്നായിരുന്നു ജന്തുക്കളുടെ വിചാരം. മനുഷ്യരും കാട്ടുമൃഗങ്ങളും അത്രപാസുരന്റെ നേരെ കുതിച്ചു. ആക്രോശത്തോടെ വരുന്ന ശത്രുക്കളെ കണ്ട് അത്രപൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. 3 ദിശയിൽ നിന്നും മനുഷ്യരും മൃഗങ്ങളും അവൻ്റെ നേരെ അടുത്തുകൊണ്ടിരുന്നു. പൂർവോത്തര ഭാഗത്തേക്ക് ഓടാൻ മാത്രമേ അത്രപന് കഴിയുമായിരുന്നുള്ളൂ. മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം കോപാകുലരായ ശത്രുക്കളുടെ ആസുരപ്രയാണം വന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്നി നിലയ്ക്കാത്ത വനഭാഗങ്ങളാണ് മുന്നിൽ. അവിടേക്ക് ഇനി ഓടാനാകൂ. തൻ്റെ എല്ലാ മാന്ത്രിക ശക്തിയും എന്നേക്കുമായി നശിച്ചത് അവൻ അറിഞ്ഞിരുന്നു. ആലോചിച്ചു നിൽക്കെ തന്നെ അഗ്നി അവനെ അവരിലേക്ക് ആവാഹിക്കുകയാണ്. ഒരു നിമിഷം പോലും നിൽക്കാനാവുന്നില്ല. അവൻ അഗ്നിയോടടുത്തു. അഗ്നി അവനെ വാരിപ്പുണർന്നു. അത്രാസുരൻ കത്തി എരിയുകയാണ്. ആഹ്ലാദത്തോടെ ആ കാഴ്ച കണ്ടു നിന്ന പുഷ്യവനവാസികൾ അപ്പോൾ മറ്റൊരു കാഴ്ച കൂടി മുന്നിൽ കണ്ടു. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ആഹ്ലാദഭരിതമായ ഒരു മുഖം, ചാത്തന്റെ മുഖം. അത്രപാസുരൻ ചാമ്പലായി. അണയാതിരുന്ന പുഷ്യവനത്തിലെ ജീവജാലങ്ങൾ നന്ദിയോടെ ചാത്തന് നേരെ നോക്കി. മായാത്ത പുഞ്ചിരിയോടെ ചാത്തൻ മായുകയാണ്. ഒരു മഴവില്ല് മായും പോലെ മെല്ലെ വളരെ മെല്ലെ. ക്രൗഞ്ചാസുരന്റെ അന്ത്യത്തെക്കുറിച്ച് കൂടിയാണ് ഇന്ന് പറയുന്നത്. ഭൃംഗാസുരന്റെ കൊട്ടാരം മതുകുടിച്ച് മതോന്മത്തനായി മതി മറന്നിരിക്കുകയായിരുന്നു ഭൃംഗാസുരൻ. അങ്ങനെ ആഹ്ലാദിക്കാൻ കാരണവുമുണ്ടായിരുന്നു. ഭൂലോകം ഭരിക്കുന്നവൻ, ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. വെറുതെ അല്ല, വ്യക്തമായും ആലോചിച്ച് തന്നെയാണല്ലോ താൻ ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയത്. ചണ്ടാല സ്ത്രീയുടെ മുല കുടിച്ച് വളർന്ന ശിവപുത്രൻ ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. വെറുമൊരു ശിവപുത്രൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ അവതാരമെടുത്ത് വന്നെന്നിരിക്കും. അത്തരം കഥകൾ ഒരുപാടുണ്ടല്ലോ. അഥവാ ഇനി അങ്ങനെയൊരുവൻ ഭൂലോകത്ത് എവിടെയെങ്കിലും ജനിച്ചാൽ തന്നെ അവനെ മുളയിലേ നുള്ളാൻ കെൽപ്പുള്ള വമ്പിച്ച ഒരു സൈന്യബലം ഇന്ന് തനിക്കുണ്ട്. 41 വിഭാഗങ്ങളിലായിട്ടുള്ള സൈന്യം. അപ്പം വീരന്മാരായ യോദ്ധാക്കളാണ് സർവരും. ആയിരക്കണക്കിന് ആനകളും അതിലേറെ കുതിരകളും ഉണ്ട്. യുദ്ധതന്ത്ര വിദഗ്ധരുടെ എണ്ണം കടപ്പുറത്തെ മണൽത്തരികൾക്ക് തുല്യം. എണ്ണിയാൽ ഒടുങ്ങില്ല. അഥവാ ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ തന്നെ അസാധ്യമാണ്. എതിരാളിയില്ലാത്ത പോരാളിയാണ് താൻ. തോൽവിയും മരണവുമില്ലാത്ത അജയൻ. സ്വന്തം ശക്തിയെക്കുറിച്ചും താൻ നേടിയെടുത്ത ശക്തി കേന്ദ്രങ്ങളെക്കുറിച്ചുമൊക്കെ ഭൃങ്കൻ ഓർക്കുകയും സ്വയം അറിയാതെ അട്ടഹസിച്ചു പോവുകയും ചെയ്യുകയാണിങ്ങനെ. അപ്പം അങ്ങനെ സ്വയം ഇങ്ങനെ ഉയർന്ന് വീണ്ടും മധുചഷകമൊക്കെ ചുണ്ടോട് അടുപ്പിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു നാരായണ തൊട്ടു മുന്നിൽ നാരദ മഹർഷി. അപ്പോൾ ഭൃങ്കന്റെ മധുചഷകം തുളുമ്പി അത് താഴെ വെച്ച് അവൻ തൻ്റെ സിംഹാസനത്തിൽ ഒന്നുകൂടി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് നാരദരെ ത്രിഭുവനങ്ങളിൽ വിശേഷം? എന്തിന് ത്രിഭുവനങ്ങളിൽ? ഈ ഭൂലോകത്ത് തന്നെയുണ്ടല്ലോ ഭൃങ്ക വിശേഷം. അത്തരമൊരു വിശേഷം അറിയിക്കാനല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ ഇവിടേക്ക് വരുമോ? നല്ല വിശേഷമാണ്. അത് നിന്നെക്കുറിച്ചായതുകൊണ്ടാണ് നേരെ ഭേദം നോക്കാതെ പെട്ടെന്ന് ഇവിടേക്ക് പുറപ്പെട്ടത്. നാരായണ. അതെന്ത് വിശേഷം മഹർഷേ? ഭൃങ്കനുമായി യുദ്ധം ചെയ്യാൻ വല്ലവരും വരുന്നുണ്ടോ? ജീവഭയം ഇല്ലാത്ത അത്തരക്കാരും ഭൂലോകത്തിലുണ്ടോ? അവൻ ഉറക്കെ ഇങ്ങനെ ചിരിക്കുകയാണ്. അത് മാത്രമായിരുന്നെങ്കിൽ പരിഹാരമുണ്ടായിരുന്നു. ഇതല്ല ഭൃങ്ക, നിന്നെ വധിക്കാൻ തന്നെ ഒരാളുണ്ടായിരിക്കുന്നു. നിന്റെ അന്തകൻ ഇവിടെ വളരുന്നുണ്ട്. നാരദ മഹർഷി ഒളി കണ്ടിട്ട് അവനെ ഇങ്ങനെ നോക്കി.
അപ്പോൾ ഭൃങ്കന്റെ ചിരി അട്ടഹാസമായി. മധുലഹരിയിലായതുകൊണ്ട് അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്ത്, ഈ ഭൃങ്കന് ഒരന്തകനോ? അങ്ങ് പറയുന്ന തമാശ നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ലല്ലോ. അസംഭവ്യ വാർത്തകൾ അങ്ങും വിശ്വസിച്ചു തുടങ്ങിയോ? ചിരിക്കിടയിൽ തന്നെയാണ് ഭൃങ്കന്റെ ചോദ്യം. ഭൃങ്ക, നാരദൻ വെറും വാക്ക് പറയാറില്ല. നീ ഒട്ടും സംശയിക്കേണ്ട. കൂളിക്കുന്നൻ മലയിൽ ചാത്തൻ എന്നൊരാൺകുട്ടി വളരുന്നുണ്ട്. ശിവശക്തി ചൈതന്യത്തിൽ പിറന്നവനാണവൻ. ചണ്ടാല കന്യക മുലപ്പാലൂട്ടി വളർത്തിയവനുമാണ്. അവനാണ് നിന്റെ അന്തകൻ. ത്രിലോകങ്ങളും കീഴടക്കിയ നമുക്ക് എതിരാളിയായി ഒരു ആൺകുട്ടി വളരുന്നുവെന്നോ? നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അസംഭവ്യം തന്നെയാണ് നാരദരെ. നിനക്ക് മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ശിവചൈതന്യത്തിൽ പിറന്ന ചണ്ടാല കന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനായിരിക്കണമെന്ന് നീ ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയിരുന്നു. നീ അത് വല്ലതും ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നു. അത് സത്യമാണ് മഹർഷേ. വെറും ഒരു ബാലകന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ധാരണയിലല്ലേ അങ്ങനെയൊരു വരം വാങ്ങിയത്? എങ്കിൽ നിനക്ക് തെറ്റിയിരിക്കുന്നു ഭൃങ്ക. നാം പറഞ്ഞ ബാലൻ അമാനുഷിക ശക്തിയുള്ളവനാണ്. ശുദ്ധഭോഷക്. സകല ജീവജാലങ്ങളും ഭൃങ്കൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിവിറയ്ക്കും. അങ്ങനെയുള്ള നമ്മോട് ഒരു ബാലൻ ഏറ്റുമുട്ടാൻ വരികയോ? അവൻ എത്ര അമാനുഷിക ശക്തിയുള്ളവനാണെങ്കിലും അതിന് തയ്യാറാവില്ല. അങ്ങ് പറഞ്ഞത് തമാശയല്ലെങ്കിൽ പിന്നെന്താണ്? ആ ഒരു അവസരത്തിൽ അവനോട് കൂടുതൽ സംസാരിക്കാൻ നാരദ മഹർഷി ഇഷ്ടപ്പെട്ടില്ല. ഭൃങ്കാസുരനെ വധിക്കാൻ വേണ്ടി പിറവിയെടുത്ത ബാലകന്റെ എല്ലാ വിവരങ്ങളും, അവൻ എവിടെ വസിക്കുന്നുവെന്നും അവന്റെ ശക്തി എന്താണെന്നും ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ട് നാരദ മഹർഷി യാത്രയായി. മഹർഷി പറഞ്ഞത് സത്യമാണെങ്കിൽ ആ ബാലകനെ ഇനി ഒരു നിമിഷം പോലും ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ചാത്തൻ എന്ന ബാലകനെ വകവരുത്താൻ ഭൃങ്കൻ തൻ്റെ സന്തത സഹചാരിയും വീരപരാക്രമിയുമായ ക്രൗഞ്ചാസുരനെ തന്നെ അയക്കാൻ തീരുമാനിച്ചു. അയാളെ ക്ഷണത്തിൽ വിളിച്ചു വരുത്തി. ക്രൗഞ്ച, കൂളിക്കുന്നൻ കാനനത്തിൽ ചാത്തൻ എന്നൊരു ബാലകനുണ്ട്. അവൻ നമ്മുടെ അന്തകനാണത്രേ. നീ വേഗം അവിടെ എത്തണം. തിരിച്ചു വരുമ്പോൾ അവൻ ഈ ലോകത്തിലില്ലെന്ന വാർത്തയാവണം നമുക്ക് നൽകേണ്ടത്. അമാനുഷിക ശക്തിയുള്ളവനാണത്രേ അവൻ. അത് കേട്ട് ക്രൗഞ്ചാസുരൻ ഒന്ന് ചിരിച്ചു. ഭൃങ്കന്റെ കൽപ്പന ആ ക്ഷണം തന്നെ നടപ്പാക്കാൻ ക്രൗഞ്ചാസുരൻ കൂളിക്കുന്നൻ വനത്തിലേക്ക് ആകാശമാർഗം പുറപ്പെട്ടു. ആ ഗഗനചാരി കൂളിക്കുന്നൻ വനത്തിലെത്തി. ഒരു പാറപ്പുറത്തിരുന്ന് ഈഴാറ വായിച്ചു കൊണ്ടിരുന്ന ചാത്തനെ അവൻ വേഗം കണ്ടുപിടിച്ചു. അവന് അത്ഭുതമാണ് ഉണ്ടായത്. എന്തൊരു തേജസ്സുള്ള ബാലകൻ! പക്ഷേ ഇവിടെ സ്നേഹഭാവമോ സഹതാപമോ ഒന്നും പ്രകടിപ്പിക്കാനാകില്ല. തനിക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കണം. അതുമാത്രമേ ലക്ഷ്യമാകാവൂ. അല്ലെങ്കിൽ തെറിക്കുന്നത് തലയായിരിക്കും. പിന്നെ അവൻ ക്രൗഞ്ചാസുരൻ തന്നെയായി. തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് എന്താണൊരു വഴി? ക്രൗഞ്ചൻ തലപുകഞ്ഞ് ആലോചിച്ചു. അത്യുഗ്ര വിഷമുള്ള സർപ്പത്തെ ചാത്തൻ്റെ അരികിലേക്ക് അയക്കാം. സർപ്പദംശനം ഏൽപ്പിച്ച് അവനെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ വായുവിൽ വിഷം ചേർത്താലോ? പക്ഷേ നിരപരാധികളായ കാട്ടുവാസികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും നാശത്തിന് ഇടവരും. തന്നെയുമല്ല, എന്തെങ്കിലും ഒരു പാളിച്ചയുണ്ടായാൽ ഭൃങ്കന് മുന്നിൽ തനിക്ക് അവമതിപ്പുണ്ടാകും. ക്രൗഞ്ചൻ തിരിച്ചും മറിച്ചും ചിന്തിച്ചു. ഒടുവിൽ അതിനുള്ള മാർഗം ക്രൗഞ്ചൻ കണ്ടെത്തി. തൻ്റെ സ്വന്തം രൂപമായ ഭീമാകാരനായ ഗരുഡനായി ആ പക്ഷി പൊടുന്നനെ താഴ്ന്നു പറന്ന് തൻ്റെ ബലിഷ്ഠമായ കാൽനഖങ്ങളിൽ ചാത്തനെയും കോർത്തെടുത്ത് മിന്നൽ വേഗത്തിൽ മുകളിലേക്ക് ഉയർന്നു. ആകാശമധ്യേ എത്തിയ ക്രൗഞ്ചൻ ചാത്തനെയും കൊണ്ട് പാറക്കെട്ടിന് മുകൾ ഭാഗത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ചാത്തൻ താഴോട്ട് നോക്കിയപ്പോൾ ഭീമാകാരങ്ങളായ പാറക്കൂട്ടങ്ങളെ കണ്ട് ഞെട്ടിപ്പോയി. ചാത്തനെ താഴെയുള്ള പാറക്കെട്ടിലേക്കിട്ട് കഥ കഴിക്കാനാണ് അവൻ തീരുമാനിച്ചത്. ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ അവൻ അത് സാധിച്ചു. പക്ഷേ ചാത്തൻ മറ്റൊരു പക്ഷിയെ പോലെ അന്തരീക്ഷത്തിലൂടെ മെല്ലെ പറന്ന് പാറക്കെട്ടിന് മുകളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ വന്നു നിന്നു. നിനച്ചിരിക്കാത്ത സംഭവമായിരുന്നെങ്കിലും ചാത്തൻ തെല്ലും പതറിയില്ല. തൻ്റെ വിശ്വരൂപം കൈക്കൊണ്ട് അവൻ എതിരാളിയെ നേരിടാൻ തയ്യാറെടുത്തു. ശത്രു പാറക്കെട്ടിൽ വീണ് ചിന്ന ഭിന്നമായി കിടക്കുന്ന കാഴ്ച കാണാൻ ക്രൗഞ്ചൻ താഴേക്ക് പറന്നിറങ്ങി. ഒന്നും സംഭവിക്കാതെ നിൽക്കുന്ന ചാത്തനെ കണ്ട് ക്രൗഞ്ചൻ തൻ്റെ മൂർച്ചയേറിയ ചുണ്ടും നഖങ്ങളും ഉപയോഗിച്ച് ചാത്തനെ ആക്രമിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ ക്രൗഞ്ചന്റെ ബലിഷ്ഠമായ കാലുകളിൽ പിടികൂടിയ ചാത്തൻ അടുത്തുള്ള ഒരു പാറക്കെട്ടിൽ അവനെ ആഞ്ഞടിച്ചു. ക്രേ എന്നൊരു അലർച്ചയോടെ ക്രൗഞ്ചൻ കഥാവശേഷനായി. അപ്പോൾ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമികളുടെ ഭക്തി നിർഭരമായ കഥയുടെ 21ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരും കഥകൾ കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.